ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1-2-2026 ദുറൂസുൽ ഇസ്ലാം 2 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. എന്താണ് ആദ്യം കോളത്ത് ശരിപ്പെടുത്താൻ വന്നത്? ഇത് സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ്. ഏത്? മിതവ്യയം സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ്. ഫത്വ കൊടുക്കാനുള്ള അനുവാദം ലഭിക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 15 വയസ്സ്. അടുത്ത മൂന്നാമത്തെ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ കുറഞ്ഞു പോകും. എന്താണ്? മതപരമായ അറിവ് കുറഞ്ഞു പോകും. 4, ജനങ്ങൾക്ക് പൊതു അവകാശമില്ലാത്ത വസ്തു. നമ്മൾ പാഠത്ത് പഠിച്ചത് പൊതു അവകാശമുള്ളത് വെള്ളം, പുല്ല്, തീ. അത് പൊതു അവകാശമുള്ളതാണ്. ഇവിടെ അവകാശമില്ലാത്തത് വസ്ത്രം എന്നത് ആണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? ഉസ്താദിൻ്റെ ഷർട്ട് കഴുകിയ വെള്ളം കൊണ്ട് ബർക്കത്തെടുത്തു. ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അടുത്തത് പഞ്ചസാര എന്നാണ് അർത്ഥം. പഞ്ചസാര ശുക്കറുൻ എന്നതാണ് പഞ്ചസാര. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാൻ. അസൂയാലുക്കളുടെ അടിയേറ്റ് രോഗബാധിതനായി. ആരായിരുന്നു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അടുത്തതാ, ഹദീസ് ഗ്രന്ഥമായ മുസ്നദ് രചിച്ചത് ആരുതായിരുന്നു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അടുത്തത്, മലബാറിൽ മതപ്രബോധനം നടത്തി. ആരായിരുന്നു? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ. പിന്നെ കഫംപട വിരിച്ചു അതിൽ കിടന്നു വഫാത്തായി. ഓപ്ഷൻ സി, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അടുത്തത്, ഹിദായത്തുൽ അദ്കിയ രചിച്ചു. ആരായിരുന്നു? ഓപ്ഷൻ ഡി, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ഡി. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അമലും ബിലാ ദിക്രിൻ മനിയിൻ ലാ ആസറ. എന്താണ്? അതിൻ്റെ മീനിങ്ങിൽ നിന്നാണ് വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത്. എന്താണ്? മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾ പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. അടുത്തത്, മഹ്ശറയിലെ ഒരു ദിവസത്തിന് ദുന്യാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട്. 50,000. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ ഡേഷിൽ ബഗ്ദാദിൽ ജനിച്ചു. എത്രയിലാണ്? ഹിജ്റ 164 ബഗ്ദാദിൽ ജനിച്ചു. പ്രകൃതി സംരക്ഷണം സത്യവിശ്വാസിയുടെ കടമയാണ്. സത്യവിശ്വാസി എന്ന് അവിടെ എഴുതി കൊടുക്കണം. സത്യവിശ്വാസിയുടെ കടമയാണ്. യമനിൽ നിന്ന് ഡേഷ് ഉയരൽ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളം. എന്താണ്? തീ ഉയരൽ. യമനിൽ നിന്ന് തീ ഉയരൽ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണ്. ഉഫ്രാനക്ക, നിന്നോട് ഞങ്ങൾ ഡേഷ് തേടുന്നു. എന്താണ്? നിന്നോട് ഞങ്ങൾ പൊറുക്കാൻ തേടുന്നു. ഉഫ്രാനക്ക. അടുത്ത പിന്നെ എന്താ വരുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ എവിടെ? ഈജിപ്തിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ. കേരളത്തിൽ നിന്നുള്ള ഒരു സഹാബിയുടെ പേര്. കേരളത്തിൽ നിന്നുള്ള ഒരു സഹാബി താജുദ്ദീൻ. അടുത്തത്, ഖബർ സിയാറത്ത് ഓർമ്മിപ്പിക്കുന്നു. എന്തിന്? ഖബർ സിയാറത്ത് മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. ഖലീലുർ റഹ്മാൻ എന്നു പേരുള്ള നബി ആരാണ്? ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അൽ മവാദുൽ മൻസിലിയ അർത്ഥമെന്ത്? അൽ മവാദുൽ മൻസിലിയ വീട്ടുപകരണങ്ങൾ. വീട്ടുപകരണങ്ങൾ. അടുത്തത്, പണ്ഡിതൻ എന്നതിൻ്റെ അറബി പദം. പണ്ഡിതൻ ആലിം എന്നാണ്. ആലിമുൻ പണ്ഡിതൻ എന്ന പോലെ. വമാ അമിൽത്ത് ഫിഹ എന്ന നമ്മൾ അവസാനത്തെ പാഠത്തിൻ്റെ നെക്രോ നഫമുൽ വന്നതാണ്. ആലിമുൻ പണ്ഡിതൻ എന്നത്. അടുത്തത് എന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഭരണകൂടം ഉപദ്രവിച്ചത് എന്തിനായിരുന്നു? അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു. അടുത്ത ചോദ്യം, ധൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? നീ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവനുമാണ്. നീ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവനുമാണ്. അടുത്തത്, ഷാഫി മദ്ഹബ് പിൻപറ്റി ജീവിക്കുന്നവരുള്ള 4 രാജ്യങ്ങൾ.
ഹിജാസ്, ഈജിപ്ത്, ഇന്തോനേഷ്യ, മലേഷ്യ, ജോർദാന്, ഫലസ്തീന്, ഫിലിപ്പൈൻ, സോമാലിയ, യമൻ. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 4 എഴുതാം. അടുത്ത എന്താണ്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിൽ മസ്ജിദുകൾ നിർമ്മിച്ച 4 സ്ഥലങ്ങൾ. കൊടുങ്ങല്ലൂര്, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയം, ബണ്ടുകൽ, കാസർഗോഡ്, മംഗലാപുരം. ഇതിന്ന് 4 സ്ഥലങ്ങൾ എഴുതാം. അടുത്ത എന്താണ്? വൽമത്തു അദ്ന മിൻ ഷിറാക്കിൻ നൈലിഹി. ഈ പദ്യത്തിൻ്റെ ആശയം എന്താണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടുന്നാണ് വന്നത്. എന്താണ്? ചെരുപ്പിൻ്റെ മാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് പരിസ്ഥിതിയുടെ ഭാഗമായ 4 എഴുതുക. പരിസ്ഥിതിയുടെ ഭാഗം ഏതൊക്കെയാണ്? കുന്നും മലയും കാടും താഴ്വരയും തോട്ടങ്ങളും വയലുകളും കടലും പുഴയും എല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്ന് 4 എഴുതുക. അടുത്തത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ. അതിൻ്റെ സാരം അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാത്തത് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാത്തത് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. അടുത്ത ഇനി 5 വരി കുറയാതെ എഴുതാൻ നമുക്ക് 2 തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സൂക്ഷ്മത, പിന്നെ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളും. അതൊന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് 5 വരി കുറയാതെ എഴുതാം. പിന്നെ വന്നത് അഷഫാത്തുൽ ഉളുമ, പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പഠനകാലവും. അപ്പോൾ അത് നമുക്കിഷ്ടമുള്ളത് എഴുതാം. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.